അപ്പൊ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചിക്കൻ നമുക്ക് ഇന്ന് പച്ച ചിക്കൻ ആക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ ചിക്കൻ, വളരെ എളുപ്പവും ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പാനിലോട്ട് എണ്ണ ചൂടായി കഴിയുമ്പം ജീരകം ഇട്ട് ഇവനെ നന്നായിട്ട് പൊട്ടിക്കുക. ഇനി അങ്ങോട്ട് സബോളയും എരിവിനായിട്ട് പച്ചമുളകും ഉപ്പും ലേശം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി, വീണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്നും കൂടി നോക്കി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട്, വെള്ളം എനിക്ക് ഇച്ചിരിയും കൂടി വേണമെന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് കഴിയും. ഇനി ഇതിനോട്ട് എരിവിനായിട്ട് കുരുമുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുരുമുളക് പൊടി ഇട്ട് ടേസ്റ്റൊക്കെ നോക്കി ഒന്ന് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കറിവേപ്പിലയും മേമ്പൊടിക്ക് കുറച്ച് നെയ്യും ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡിയായി. എന്നെ വിശ്വസിച്ച ഗൈസ്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ചിക്കൻ. ഇതിനെ ഗ്രീൻ ചിക്കൻ എന്നും വിളിക്കാം, പെപ്പർ ചിക്കൻ എന്നും വിളിക്കാം, മുഖണയിലും വിളിക്കാം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ആവിയിലെടുത്ത 2 ബ്രെഡിന്റെ കൂടെ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കണം. എന്നെ ടേസ്റ്റ് വയറ്റ് വെള്ളം വരും. അപ്പൊ ഞാൻ ഈ സാധനം പോയി ഇനി തട്ടട്ടെ, എന്നിട്ട് ബാക്കി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്